ചങ്ങായിമാരെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വർഗീയതക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന നമ്മൾ അൻസാരി ഉസ്താദിലെ ഉസ്താദിനോട് അതിലുള്ള ചൊറിച്ചിലോണ്ട് ഒരു ചാണക സംഖ്യ പറയുന്ന കുറച്ച് വൃത്തികെട്ട കാര്യങ്ങളുടെ ഒരു വീഡിയോ ആണ്. അതിന് മുന്നേ ഉണ്ടല്ലോ ചില ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അൻസാരി ഉസ്താദിനെ കുറിച്ച് നല്ലത് പറഞ്ഞ വീഡിയോ ഉണ്ടല്ല, ആ വീഡിയോന്റെതായി ചുരുക്കം ചില ചാണക സംഖ്യകൾ ആ സംഖ്യകൾ വന്നിട്ട് ഒരു വൃത്തികെട്ട കമന്റ് ഇടാറുണ്ട്. ആ കമന്റ് ഇങ്ങനെയാണ്: നീ ഉണ്ടല്ലോ അൻസാരി ഉസ്താദിനോട് പി ആർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ആ കമന്റ് വരാറ്. അത്തരം ചാണക സംഖ്യയോട് ഞാനൊരു കാര്യം പറട്ടെ, അൻസാരി ഉസ്താദിനുണ്ടല്ല എന്നെ പോലത്തെ ഒരാളുണ്ടല്ല പി ആർ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അല്ലാതെ തന്നെ ഉണ്ടല്ല ഈ കേരളക്കാർക്ക് മൊത്തം ഉണ്ടല്ല അൻസാരി ഉസ്താദിനെ കുറിച്ചും അദ്ദേഹം ചെയ്യുന്ന നന്മയില്ലേ ആ നന്മയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റ് ഇട്ടിട്ട് കുരുപൊട്ടുന്ന ചാണക സംഖ്യയോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങളുടെ അങ്ങനെയുള്ള വൃത്തികെട്ട കമന്റ് ഇട്ടിട്ട് ഇങ്ങനെ കുരുപൊട്ടിട്ടുണ്ടല്ല അവിടെ അങ്ങനെ എന്നെ കഴിഞ്ഞു പോകും. ഇനി ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, എനിക്ക് എന്തുകൊണ്ടാണ് അൻസാരി ഉസ്താദിനെ ഇത്രമാത്രം ഇഷ്ടം. അത് വ്യക്തമാക്കുന്ന അൻസാരി ഉസ്താദ് ഇന്നലെ ചെയ്ത ഒരു മനോഹരമായ വീഡിയോ ഉണ്ടല്ല, ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഉണ്ടല്ലോ അൻസാരി ഉസ്താദ് ഇതുവരെ ഉണ്ടല്ലോ ആർക്കെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉസ്താദിന്റെ കഴിവുകൊണ്ടാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് ആ സഹായത്തിന് വേണ്ടി ഒത്തൊരുമിച്ചിട്ടില്ലേ, ആ ഒത്തൊരുമിച്ച് എല്ലാവർക്കും വേണ്ടി മാത്രമേ അൻസാരി ഉസ്താദ് ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ചേച്ചി ചെയ്ത ഒരു നന്മയെ കുറിച്ച് ഉസ്താദ് പറയുന്ന മനോഹരമായ വീഡിയോ. അതിനുശേഷം ആ ചാണക സംഖ്യ ഉണ്ടല്ലോ, വൃത്തികെട്ട ചാണക സംഖ്യ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ വൃത്തികേട് കേൾക്കാം. അതിനുശേഷം ആ വൃത്തികെട്ട ചാണക സംഖ്യക്ക് നല്ലത് വൃത്തിക്ക് തന്നെ നമുക്ക് കൊടുക്കാം. എന്തായാലും ആദ്യം തന്നെ ഉസ്താദിന്റെ ആ നന്മയുള്ള വീഡിയോ നമുക്ക് കാണാം. ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ? എനിക്ക് അത്ഭുതം വരികയാണ്. എൻ്റെ കയ്യിരിക്കുന്ന പൈസ ആണ്, ഞാൻ തുറന്നു പോലെ നോക്കിയിട്ടില്ല, എന്നെ ഏൽപ്പിച്ചതുപോലെ ഞാൻ കൊണ്ടുവരികയാണ്. എനിക്ക് നിങ്ങളോട് പറയാനിട്ട് എനിക്ക് കഴിയുന്നില്ല, അത്ര സന്തോഷം. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ആവണി മോളുടെ തറക്കല്ലിടലായിരുന്നല്ലോ വീടിൻ്റെ. ആവണി മോളുടെ അമ്മ ബിന്ദു ചേച്ചി, അവർക്ക് വീട് പണിയാൻ 30 ലക്ഷം രൂപ അവർക്ക് കിട്ടി. നമ്മളെല്ലാവരും കൂടെ സമാഹരിച്ചാണല്ലോ. ആ പൈസ എല്ലാം അവരെ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ, ഇന്ന് തറക്കല്ലിട്ട് കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഈ പൊതി ഇങ്ങനെ ഏൽപ്പിക്കാൻ ഞാൻ കൈ ഇങ്ങനെ വലിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ചോദിച്ചു എന്താണിത്? അത് കുറച്ച് പൈസ. ഞാൻ പറഞ്ഞു, ഈ പണി ഇല്ല, നിങ്ങളുടെ എന്തെങ്കിലും കമ്മീഷന് വേണ്ടിയോ മറ്റുള്ള എന്തെങ്കിലും ഉപകാരം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടുമില്ല. എനിക്ക് ജീവിക്കാനുള്ള വഴി, എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയാണ്, ഇത്രയും നല്ല സ്ത്രീകളെ, ഇത്രയും നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ടെന്ന് ആലോചിച്ചപ്പോൾ വല്ലാത്ത സന്തോഷം വന്നു ഈ ബിന്ദു ചേച്ചി. കാരണം ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ ആകണം, അതിനുവേണ്ടി ഇതെടുത്ത് പറയുന്നത്. ഈ പൊതി എന്നെ ഏൽപ്പിച്ചിട്ട് ബിന്ദു ചേച്ചി പറഞ്ഞാൽ, ഇത് ഉസ്താദിന് തരിയല്ലോ, എന്തെങ്കിലും ഉപഹാരമാണെന്ന് വിചാരിക്കേണ്ട. ഈ പൈസ എന്ന് പറഞ്ഞാൽ നാളെ ഒരു അവസരത്തിൽ എൻ്റെ മോള് ഞാൻ ഉസ്താദിൻ്റെയൊക്കെ വന്നതുപോലെ ഏതെങ്കിലും ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യർ ഉസ്താദിൻ്റെ മുമ്പിൽ വന്നാൽ ഈ പൈസ ഉപയോഗിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പല മനുഷ്യരും കിട്ടും തോറും ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഇതങ്ങനല്ല. മറിച്ച് തനിക്ക് കിട്ടിയതിൽ നിന്ന് ഒരു വിഹിതം, ഞാൻ കടന്നുപോയ ജീവിത വഴിയുണ്ടല്ലോ, അതിലൂടെ സഞ്ചരിക്കുന്ന പ്രയാസത്തിൻ്റെ, പ്രതിസന്ധിയുടെ, നിത്യവേദനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആരെങ്കിലും ജീവിക്കാൻ മാർഗമില്ല നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഉസ്താദ് ഇത് കൊടുത്തോണമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ ഈ പൈസ ഏൽപ്പിച്ചു. അള്ളാഹുവിനെ സത്യം ഞാൻ അങ്ങ് ഉരുകിപ്പോയി. എനിക്ക് വല്ലാത്ത, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബിന്ദു ചേച്ചി, നിങ്ങളെ ഈ മനുഷ്യർ ഈ ലോകത്തോട് പരിചയപ്പെടുത്തലാണ് ഏറ്റവും വലിയ ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം. മനുഷ്യരെ നമ്മളിങ്ങനെയൊക്കെ ആകണം. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് വേണ്ടി അങ്ങനെ പിടിച്ചുകൂട്ടി വെക്കുന്നതിനപ്പുറം വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബിന്ദു ചേച്ചി നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാളത്തെ ദിവസം തന്നെ നമ്മൾ പാലിക്കും. നമ്മുടെ ലിസ്റ്റിൽ വീടില്ലാത്ത ഒരാളുണ്ട്, ഇൻഷാ അല്ലാഹ് അവർക്കിത് കൊടുക്കും. പടച്ചവൻ നമുക്കൊക്കെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ കേട്ടല്ലോ, വേറൊരാൾ ചെയ്ത നന്മയുണ്ടല്ലോ, ആ നന്മ ഒരു മടിയും കൂടാതെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഈ ഉസ്താദിനെ നമ്മളല്ലാതെ വേറെ ആരാണ് സ്നേഹിക്കേണ്ടത്? തനിക്ക് കിട്ടിയ ആ 30 ലക്ഷം ഒരു പങ്കിടില്ല പാവപ്പെട്ട വേറൊരാളെ സഹായിക്കണം എന്ന് പറഞ്ഞ ആ ചേച്ചിയെ പോലുള്ളവരാണ് ഈ കേരളത്തിൽ ഒരുപാട് ഉണ്ടാവേണ്ടത്. എന്തൊക്കെയാലും ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും നന്മ ചെയ്യുന്ന നമ്മൾ ഉസ്താദില്ലേ, ഈ അൻസാരി ഉസ്താദിനെ കുറിച്ചാണ് ആ വൃത്തികെട്ട ചാണകസംഖ്യ വൃത്തികേട് പറഞ്ഞത്. എന്തായാലും ആ വൃത്തികെട്ടം പറഞ്ഞ മൊത്തം വൃത്തികേടുണ്ടല്ലോ, ആ വൃത്തികേട് മൊത്തം ഞാനിവിടെ വെക്കുന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ വെക്കാം. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ സഹിച്ചില്ലെന്ന് വരും, എന്നാലും കുറച്ച് സമയം അത് സഹിക്കുക. അതിനുശേഷം ആ വൃത്തികെട്ട ചാണക സംഖ്യ ഉണ്ടല്ലോ, അവന് നമുക്ക് വൃത്തിക്ക് തന്നെ കൊടുക്കാം. നമസ്കാരം. നമ്മുടെ റഹീം, ഭിന്നശേഷിക്കാരനായ സൗദി അറേബ്യൻ പൗരനായ കുട്ടിയെ കൊന്ന കേസിലെ പ്രതി ഇപ്പൊ നമ്മൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കാരുണ്യം കൊണ്ടാണ്. ഇനിയിപ്പോ ആരൊക്കെ കാശ് കൊടുത്തിട്ട് ചിലപ്പോൾ കുറെ ആൾക്കാരെയൊക്കെ കാരുണ്യം ഉണ്ടാവും. കാര്യം ഒരു ഇന്ത്യക്കാരനാണ്, അദ്ദേഹം നാട്ടിലെത്തേണ്ടത് നമ്മുടെ എല്ലാം അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കാര്യം 20 വർഷം ആള് ജയിൽവാസം അനുഭവിച്ചു, നാട്ടിൽ വന്ന് ജീവിക്കട്ടെ. ഒരു പ്രതിക്ക് കിട്ടാവുന്ന അങ്ങേ അറ്റത്തെ ശിക്ഷ അയാൾ അനുഭവിച്ചു കഴിഞ്ഞു.
പക്ഷേ നമ്മുടെ ശശികല ടീച്ചറുടെ പ്രസ്താവന ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അൻസാരി ഉസ്താദ്, ഈ പുള്ളി ഉസ്താദ് തന്നെയാണ് തോന്നുന്നല്ലേ, വേറെ പരിപാടി പണിയൊന്നുമില്ലല്ലോ, ഇത് തന്നെയല്ലേ പണി, ഈ ഉസ്താദ് പണി, മുസ്ലിംസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുക, ഇത് തന്നെയാണ്. എനിക്ക് ഈ പുള്ളിനെ പറ്റി അറിയില്ല, കൊല്ലത്ത് കിളിമാനൂർ ആ ഭാഗത്ത് എവിടെയാണ് വീട്. അപ്പൊ എന്തായാലും പുള്ളി ചെയ്ത വീഡിയോ ശശികല ടീച്ചർക്കെതിരെ അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്റെ പടച്ചോനെ, ഒരു മനുഷ്യനിൽ ഇത്രത്തോളം വിഷം ഉണ്ടാവുമോ? ഇതിന്റെ ഒന്നും അരികത്തുകൂടി പോലെ വിഷം തീറ്റി നമ്മൾ മരിച്ചു പോകും. ഇത് പൊട്ടിത്തെറിക്കുന്ന അംശമാണ്. ഈ വിഷം ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറിയേ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളക്കാർ ഒട്ടാകെ സന്തോഷിക്കാണ്, ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും. പൊട്ടിത്തെറിക്കൂലോ സാറേ? ഇപ്പൊ പാമ്പുകൾ ഇതിൽ എഴഞ്ഞടക്കണ ഏതെങ്കിലും പാമ്പുകൾ പൊട്ടിത്തെറിക്കാറുണ്ട്. പൊട്ടിത്തെറിക്കാൻ നമ്മൾ ബെൽറ്റിൽ ഇങ്ങനെ വെച്ച് കെട്ടി, ബോംബ് വെച്ച് കെട്ടി, ഇങ്ങനെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി അങ്ങോട്ട് കയറി അവിടെ ഇരുന്ന് അങ്ങനെ ഭൂം എന്നും പറഞ്ഞ് പൊട്ടൂലേ, അതാണ് പൊട്ടിത്തെറിക്കല്. ഇത് പൊട്ടിയൊന്നും തെറിക്കൂലോ സാറേ, പേടിക്കണ്ട. പിന്നെ ആര് കേരളക്കരെ ആകെ സന്തോഷിക്കണം? എന്ത് കാര്യത്തിനാണ് സന്തോഷിക്കേണ്ടത്? പുള്ളി വല്ല വേൾഡ് മെഡൽ എടുത്തിട്ട് വരികയാണെങ്കിൽ കൊണ്ട് ഈ വൃത്തികെട്ട ചാണക സംഖ്യ എന്താ പറഞ്ഞത്? ഇവനടക്കുന്ന ആൾക്കാരുടെ സഹായം കൊണ്ടാണ് റഹീം തിരിച്ചു വന്നതെന്നോ? എടാ പരനാറി ചാണക സംഖ്യ, നീയും നിന്നെപ്പോഴത്തെ ചാണക സംഖ്യയിലിട്ടില്ല ഒരു രൂപ പോലും റഹീമിനെ തിരിച്ചെത്തിക്കാൻ വേണ്ടി ഇട്ടിട്ടില്ല. നീയൊക്കെ പരമാവധി ഉണ്ടല്ലോ ആ സഹായം ഇല്ലാതാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചത് സോഷ്യൽ മീഡിയയിലുണ്ടല്ല, എല്ലാരും കണ്ടതാണ്. എന്നിട്ട് ഉളുപ്പെന്നാണോ അല്ലാതെ ഇപ്പൊ വന്ന് പറയുന്നത് ഇവനടക്കുന്ന ആൾക്കാരൊക്കെ സഹായിച്ചിട്ടാണ് റഹീം തിരിച്ചു വന്നതെന്ന്. ഒന്ന് എണീച്ച് പോ ചാണക സംഖ്യ. പിന്നെ നിനക്ക് അൻസാരി ഉസ്താദ് തന്നെയാണോ? ഉസ്താദ് മാത്രമാണോ? വേറെ എന്തെങ്കിലും ജോലി ഉസ്താദ് ചെയ്യുന്നുണ്ടെന്നൊക്കെ വല്ലാതെ സംശയം ഉണ്ടല്ലേ? അങ്ങനെ ഒരു വലിയ സംശയമുള്ള പരനാറി നിനക്കുണ്ടല്ലോ അൻസാരി ഉസ്താദ് ഒഴിവു സമയങ്ങളിൽ ഒരു ഹിന്ദു കുടുംബത്തോട് ചെയ്ത ഒരു ക്രൂരത, ഒരു കൊടും ക്രൂരത ഞാൻ കാണിച്ചു തരട്ടെ. അതായത് അൻസാരി ഉസ്താദിന്റെ നേതൃത്വത്തിലുണ്ടല്ല ഒരു ഹിന്ദു കുടുംബത്തിന് വീട് വെക്കാനും വീട് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ തുക ഉണ്ടല്ല സമാഹരിച്ചു കൊടുത്ത്, അങ്ങനെ അൻസാരി ഉസ്താദ് ആ കുടുംബത്തോടുള്ള ആ ഹിന്ദു കുടുംബത്തോട് വലിയൊരു ക്രൂരത ചെയ്ത്, അങ്ങനെ വലിയ ക്രൂരത ചെയ്ത ആ അൻസാരി ഉസ്താദിനുണ്ടല്ല ആ ഹിന്ദു കുടുംബമുണ്ടല്ല ആ വീട്ടിലെ തറക്കലുണ്ടല്ല ആ തറക്കലിടാൻ വേണ്ടി ആ വീട്ടിലേക്ക് ക്ഷണിച്ച്. നമുക്കതായാലും ആ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം ഈ പരനാരിക്ക് ബാക്കിയും കൂടി കൊടുക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഉത്തരവാദിത്തോടെ ചെയ്തില്ലേ? നമുക്ക് വീടാക്കി കൊടുക്കണം. ആയില്ലേ? വിണ്ടു കീറുന്ന ഹൃദയമങ്ങു തൊട്ടാൽ വിസ്മയിക്കും പൂങ്കാവായി മാറും. വെന്തു നീറും ജന്മമങ്ങേക്കു വിട്ടാൽ എന്തു ദുഃഖം സദാ സ്വർഗമാകും. എന്താ ദുഃഖം ഉണ്ടെങ്കിൽ പറഞ്ഞോ. ദുഃഖം പരിഹരിക്കല നമ്മുടെ പണി. നമ്മളെ ഭൂമി ഇരിഞ്ഞോട്ട് വിട്ടതേ ആ ദുഃഖം പരിഹരിക്കാൻ വേണ്ടി ആളുടെ. അല്ലെങ്കിൽ പിന്നെന്താ നമ്മൾ ജീവിക്കാൻ ഇല്ലാതെ കുടിക്കാൻ മാത്രമല്ല നമ്മുടെ ജീവിതം. ഉള്ളവരില്ലാത്തതിന് കൊടുക്കണം. നല്ല വാക്കുകൊണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഗുണമാണ്ടേ ജീവിതം, അതല്ലമ്മേ? അല്ലേ? അല്ലെങ്കിൽ ഭൂമിയിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ പോത്തും കാളയൊക്കെ ചത്തു പോണ പോലെ നമ്മളാരെങ്കിലും കൊടുക്കുക ഇല്ല. എന്താ കരയുന്നെന്താ? നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഉത്തരവാദിത്തോടെ ചെയ്തില്ലേ? നമുക്ക് വീടാക്കി കൊടുക്കണം. ആയില്ലേ? എന്തു ദുഃഖം സദാ സ്വർഗമാകും. സ്വർഗരാജ റിനിൽ ജയറാം എന്ന പേരുള്ള ചാണക സംഖ്യ നിന്റെ ജന്മത്തിൽ നിന്റെ വീടിന്റെ പോയിട്ട് ഏതെങ്കിലും വേറൊരു വീടിന്റെ തറക്കിടാൻ വേണ്ടി ആരെങ്കിലും നിന്നെ ക്ഷണിച്ചിട്ടുണ്ടാകും? നിന്നെയൊക്കെ ക്ഷണിക്കും. നീയൊക്കെ എന്താ ചെയ്യാന്നറിയാം? ആർക്കെങ്കിലും ഒരു രൂപയുടെ സഹായം കിട്ടുന്നെങ്കിൽ അത് മുടക്കാൻ വേണ്ടി നീയൊക്കെ മുന്നിട്ടങ്ങനെ ഇറങ്ങും. അങ്ങനെയല്ലാതെ നീയൊക്കെ ഉണ്ടല്ലോ നിന്റെയൊക്കെ ഈ ജന്മത്തിൽ തറക്കല്ലിടേണ്ട കല്ലുണ്ടല്ല ആ കല്ലെങ്കിലും ഏതെങ്കിലും ഒരു കുടുംബത്തിന്, ഏതെങ്കിലും ഒരു ഹിന്ദു കുടുംബത്തിനെങ്കിലും വാങ്ങിക്കൊടുത്ത ചരിത്രമുണ്ടോ ചാണക സംഖ്യ? അപ്പോഴാണ് ഇത്രയും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത അൻസാരി ഉസ്താദിനെ കുറിച്ച് നിന്റെ വൃത്തികെട്ട വായ കൊണ്ട് വൃത്തികേട് പറയുന്നത്. നീയൊക്കെ എത്ര തലകുത്തി മാറിയാലും എത്രയൊക്കെ കുരുപൊട്ടിച്ചാലും ഒരു കുഴപ്പമില്ല. അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഉസ്താദ് വിജയിച്ച് തന്നെ നിൽക്കും. കാരണം അദ്ദേഹം ഉണ്ടല്ല മനസ്സിൽ നന്മയുള്ള ഒരു നല്ല മനുഷ്യനാണ്. അതുകൊണ്ടാണ് ആ ഹിന്ദു കുടുംബം ഉണ്ടല്ല ആ തറക്കല്ലിടാൻ വേണ്ടി വേറെ ആരെയും വിളിക്കാതെ അദ്ദേഹത്തെ അൻസാരി ഉസ്താദിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഇതൊക്കെ കാണുമ്പോഴാണല്ലോ നിന്നെപ്പോഴത്തെ ചാണക സംഖ്യക്ക് അൻസാരി ഉസ്താദിനോട് വല്ലാതെ കുരുപൊട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറട്ടെ, നിനക്കും നിന്റെ വിശകലക്കും എല്ലാ സംഖ്യക്കും എത്രമാത്രം കുരുപൊട്ടിയാലും നമുക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഉസ്താദിനെ സ്നേഹിക്കുന്നവരുണ്ടല്ല ഈ നന്മ തുടരുക തന്നെ ചെയ്യും. ആ സമയത്ത് നീയും നിന്റെ കുരുപൊട്ടികളും നിന്റെ വിശകലൊക്കെ ഇടല ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ടില്ല കുരുപൊട്ടി അങ്ങ് ഇല്ലാതാകും. ആരും അറിയാതെ, ഒരു മനുഷ്യൻ പോലും അറിയാതെ അങ്ങ് ഇല്ലാതാകും. അതായത് നീയൊക്കെ ഇല്ലാതായണ്ടല്ല ഒരു മനുഷ്യൻ, നിന്റെ വീട്ടിലുള്ള മനുഷ്യന്മാർ പോലും ഉണ്ടല്ല നിന്നെയൊന്നും ഓർക്കുക പോലുമില്ല. അപ്പോഴെന്തായാലും എന്റെ അൻസാരി ഉസ്താദിനും പിന്നെ കിട്ടിയ തുകയിൽ നിന്ന് ഒരു പങ്ക് വേറൊരു പാവപ്പെട്ട കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്കും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.